ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും മൂന്നാം ഊഴത്തിന്റെ പാലമാകുമെന്നും പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വിജയത്തിലും UDFന് ആശങ്കയില്ല. PV അൻവറിന്റെ മാറ്റം ഏതു രീതിയിൽ പരിശോധിച്ചാലും LDFന് ദോഷം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. നാശം വിതച്ച് മഴയും കാറ്റും. മരങ്ങൾ പൊട്ടിവീണ് നിരവധി വീടുകൾ തകർന്നു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം പൊട്ടിവീണു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒറ്റപ്പാലത്ത് കിഴക്കേത്തോട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം. കേരളത്തിന്റെ വികസനത്തിനായി കൈകോർത്ത് മുന്നേറാമെന്ന് മന്ത്രി R. ബിന്ദു. തൃശൂരിൽ എന്റെ കേരളം പ്രദർശനമേളയ്ക്ക് സമാപനം. മേള സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ 4ാം വാർഷികത്തോടനുബന്ധിച്ച്. വിസ്മയ ചെപ്പ് തുറന്ന് പട്ടാമ്പിയിൽ മാജിക് കൺവെൻഷൻ. നഗരഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത പട്ടാമ്പിയെ രോഗക്കിടക്കയാക്കിയെന്ന് UDF. നഗരപരിധിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ല. ഡെങ്കിപ്പനി പടരുമ്പോഴും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ മരുന്നോ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ലാത്ത അവസ്ഥയാണെന്നും UDF മുനിസിപ്പൽ കമ്മിറ്റി. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും മൂന്നാം ഊഴത്തിന്റെ പാലമാകുമെന്നും പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വിജയത്തിലും UDFന് ആശങ്കയില്ലെന്നും MLA പാലക്കാട്ട് പറഞ്ഞു. പിണറായി വിജയനെ പിതൃസ്ഥാനീയൻ എന്ന് വിശേഷിപ്പിച്ച ഏക MLA PV അൻവറാണ്. അൻവറിൻ്റെ മാറ്റം ഏത് രീതിയിൽ പരിശോധിച്ചാലും LDFന് ദോഷം ചെയ്യും. PR വർക്കിലൂടെയും ചില ചാനലുകളിലൂടെയും ഭരണനേട്ടങ്ങൾ വാഴ്ത്തിപ്പാടുകയാണ്. എന്നിട്ടും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിധിയെഴുത്താവുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. അല്ല, അത് സർക്കാർ ഏറ്റെടുക്കട്ടെ. തെരഞ്ഞെടുപ്പിന് മുന്നേ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയല്ലേ, സർക്കാരിന് ധൈര്യമുണ്ടോ? ഇത് 4 വർഷമായിട്ട് അവിടെ ഇവിടെയൊക്കെയായി പോയി കുറെ പരിപാടികൾ നടത്തി പൊതുജന ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ട് ആഘോഷമല്ലോ. എന്നിട്ട് PR ഏജൻസിക്കാരെ കൊണ്ട് ചില PR ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തലത്തിലുള്ള ചില മാധ്യമങ്ങളെ കൊണ്ടും ഒക്കെ പറഞ്ഞല്ലോ ഈ സർക്കാർ കെങ്കേമമാണെന്ന്. ജനങ്ങളെ കൊണ്ടൊന്ന് പറയിക്കാമോ? ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല, ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് PR ചെയ്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കെങ്കേമമാണെന്ന്. ആ കെങ്കേമമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ കഴിയുമോ? വെല്ലുവിളിക്കുകയാണ്. ഈ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇത് ഞങ്ങളുടെ മാൻഡേറ്റ് ആയിരിക്കും, സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും, 26ലേക്കുള്ള സെമിഫൈനലായിരിക്കും എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന്. UDFന് ഒട്ടേറെ നേതാക്കളുള്ള സ്ഥലമാണ് മലപ്പുറം. മികച്ച സ്ഥാനാർത്ഥിയെ UDF ആദ്യം പ്രഖ്യാപിക്കും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിൻ്റെ ആവർത്തനമാകും നിലമ്പൂരിൽ ഉണ്ടാവുകയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനു മുകളിലേക്ക് മരം വീണു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സംഭവത്തെ തുടർന്ന് 1.5 മണിക്കൂറോളം ഈ വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്തെ റെയിൽവേ പാലത്തിന് താഴെയാണ് സംഭവം. ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മരം ട്രെയിനിനു മുകളിലെ വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. ലോക്കോ പൈലറ്റിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം 1.5 മണിക്കൂറോളം തടസ്സപ്പെട്ടു. TRD സംഘമെത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതുവരെ മറ്റ് ട്രെയിനുകൾ വഴി തിരിച്ചുവിട്ടു. ഏറെ നേരം 2 പാളങ്ങളിലും ട്രെയിനുകൾ നിർത്തിയിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ മഴയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിന് സമീപം മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിൻ്റെ ഇടതുഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. വിവരമറിഞ്ഞ K. പ്രേംകുമാർ MLA സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്നാണ് മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മണ്ണിടിഞ്ഞ റോഡിന് തകരാർ സംഭവിക്കാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഉൾപ്പെടെയുള്ള റവന്യൂ സംഘം സ്ഥലത്തെത്തിയിരുന്നു. പാലത്തിനു മുകളിലൂടെ 2 വശങ്ങളിലേക്കും വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നുണ്ട്. ഞായറാഴ്ച ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു.
വാഹനങ്ങൾ ഒരു വശത്തുകൂടി മാത്രം കടത്തിവിടാനുള്ള ഇടപെടലും പോലീസ് നടത്തുന്നുണ്ട്. പാലക്കാട്ട് നിന്ന് വരുന്ന വാഹനങ്ങൾ മംഗലം മുരുക്കുംപറ്റ കോതക്കുറിശി വഴി വാണിയംകുളത്തെത്തി യാത്ര തുടരണം. കുളപ്പുള്ളി ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വാണിയംകുളം കോതക്കുറിശി മംഗലം വഴി കടന്നു പോകണമെന്നാണ് പോലീസ് അറിയിപ്പ്. ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപം തോടിന് കുറുകെ നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശക്തമായ കാറ്റിലും മഴയിലും മണ്ണൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണ് 9 വീടുകൾ തകർന്നു. മണ്ണൂർ പറയങ്കാട് മേഖലയിലാണ് ചുഴലിക്കാറ്റ് വ്യാപക നാശം വിതച്ചത്. ശക്തമായ ചുഴലിക്കാറ്റിൽ മണ്ണൂർ മേഖലയിൽ 2 വീടുകൾ പൂർണ്ണമായും 7 വീടുകൾ ഭാഗികമായും തകർന്നു. മണ്ണൂർ പറയങ്കാട് മേഖലയിലാണ് വ്യാപക നാശനഷ്ടം. 25-ലേറെ വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടിവീണു. പോസ്റ്റുകൾ തകർന്ന് കേരളശ്ശേരി പറയങ്കാട് മങ്കര റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. മേഖലയിൽ റബ്ബർ മരങ്ങൾ വ്യാപകമായി പൊട്ടിവീണിട്ടുണ്ട്. മണ്ണൂർ നീലാഞ്ചേരി കിഴക്കുംപുറം കമലത്തിൻ്റെ വീടിന് സമീപത്തെ മരങ്ങൾ വീണ് വീട് പൂർണ്ണമായും തകർന്നു. അകത്ത് ഉറങ്ങുകയായിരുന്ന ജയശ്രീയും 2 കുട്ടികളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു. തോമസ് കുരിയച്ചിറ, പാലിശ്ശേരി കൃഷ്ണൻ, വേലായുധൻ, ചിന്ന, കുഞ്ചു, മണ്ണൂർ 1-ാം മൈൽ പുത്തൻപുര വീട്ടിൽ സത്യഭാമ എന്നിവരുടെ വീടുകളും മരം വീണ് തകർന്നിട്ടുണ്ട്. ശക്തമായ ചുഴലിക്കാറ്റിൽ പറയങ്കാട് മോഹൻദാസിൻ്റെ 260ഓളം റബ്ബർ മരങ്ങൾ പൊട്ടിവീണു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത, വില്ലേജ് അസിസ്റ്റന്റ് ഷിബി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മണ്ണൂർ കിഴക്കുംപുറം കുറുവത്തൊടി അബ്ദുൾ റഹ്മാനും കുടുംബവും താമസിച്ചിരുന്ന വീട് മരം വീണ് പൂർണ്ണമായും തകർന്നു. വീട്ടുമുറ്റത്തെ പ്ലാവാണ് നിലം പൊത്തിയത്. വീട്ടിലുണ്ടായിരുന്ന 5-അംഗ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഗൃഹോപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് വീട് സന്ദർശിച്ചു. താൽക്കാലിക സഹായവും കുടുംബത്തിന് കൈമാറി. അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ആശ്വാസം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ വിഷമത്തിൽ കൂടെ പങ്കുചേരുക എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സഹായവും ഞാൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണൂർ മേഖലയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത പറഞ്ഞു. ഇവരുടെ നിലയിൽ പണികളെല്ലാം നടന്നു വരുന്നുണ്ട്. ഏകദേശം എന്തായാലും ഇന്നും നാളെയുമായിട്ട് ആ പ്രവൃത്തികളൊക്കെ നടക്കും. ഇപ്പോൾ വീടാണെങ്കിലും അടുത്ത വീട്ടിലെ ഒരു മരമാണ് ഈ വീട്ടിലേക്ക് വീണിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരും അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് മാറ്റുന്നതിനുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു നാശനഷ്ടം എന്നുള്ളതല്ല, അതിലുപരി അവർ രക്ഷപ്പെട്ടതന്നെ ഒരു ഭാഗ്യമായിട്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിന്റെ വികസനത്തിനായി കൈകോർത്ത് മുന്നേറാമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശനമേളയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നതാണ് സർക്കാരിൻ്റെ നയം. ഈ നയത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, തൊഴിൽ, അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന ആശയത്തിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ സർക്കാരിൻ്റെ കാലയളവിൽ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമായെന്നും മന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതി വഴി 4,52,000-ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. ബാക്കി വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. 5 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും. 4 ലക്ഷം പേർക്ക് പട്ടയം വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലും പൊതുജനാരോഗ്യ മേഖലയിലും അന്തർദേശീയ നിലവാരത്തിലുള്ള സേവനം പൊതുജനങ്ങൾക്കായി കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ മാത്രം നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആവശ്യങ്ങൾ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമഗ്ര വികസനം എന്നതിൽ ആദ്യം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിൻ്റെ കാലത്ത് അഭിനന്ദനീയമായ നിലയിൽ തന്നെ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവേശകരമായ നിലയിൽ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ
റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രദർശനമേള വികസനത്തിൻ്റെ കേരള മോഡൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള വേദിയായെന്ന് മന്ത്രി പറഞ്ഞു. MLA-മാരായ VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശ്ശൂരിൻ്റെ പൈതൃകവും ചരിത്രവും ഉറങ്ങുന്ന തേക്കിൻകാട് മൈതാനിയിൽ 7 ദിനങ്ങളിലായി നടത്തിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാൻ നിരവധി പേരാണെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മണ്ണൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിക്കുമെന്ന് മുസ്ലിം ലീഗ് മെമ്പർമാർ. യോഗം പ്രഹസനമായി മാറുന്നതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നടത്തുന്ന ബോർഡ് യോഗം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളേണ്ട മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം പ്രഹസനമായി മാറുകയാണെന്ന് VM അൻവർ സാദിഖ് ആരോപിച്ചു. യഥാസമയം യോഗം വിളിച്ചു ചേർക്കുന്നില്ല, കൃത്യസമയത്ത് യോഗവുമായി ബന്ധപ്പെട്ട അറിയിപ്പും നൽകുന്നില്ല. 1 മാസത്തിലേറെയായി ഭരണസമിതി യോഗം ചേർന്നിട്ട്. വരുന്ന 26-ന് ചേരുന്ന യോഗം കാര്യമായ അജണ്ടകളില്ലാതെ ചട്ടങ്ങൾ ലംഘിച്ചാണ് നടത്തുന്നതെന്നും അൻവർ സാദിഖ് പറഞ്ഞു. യോഗ അറിയിപ്പ് സംബന്ധിച്ച് കൃത്യമായ ചട്ടമുണ്ടെന്നിരിക്കെ ഇതെല്ലാം ലംഘിക്കപ്പെടുകയാണ്. ബോർഡ് യോഗത്തെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നാലാണ് പഞ്ചായത്ത് അംഗങ്ങൾക്ക് യോഗ തീയതി സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നതെന്നും VM അൻവർ സാദിഖ് പറഞ്ഞു. ചട്ടം ലംഘിച്ച് 26-ന് നടക്കുന്ന ഭരണസമിതി യോഗം IUML മെമ്പർമാർ ബഹിഷ്കരിക്കും. ഭരണപക്ഷത്തിൻ്റെ ചട്ടലംഘനത്തിനെതിരെ വകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഓംബുഡ്സ്മാനും പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് കോങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കൂടിയായ പഞ്ചായത്ത് മെമ്പർ VM അൻവർ സാദിഖ് വ്യക്തമാക്കി. ഇതിനെല്ലാം നോക്കി നിൽക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് നാളത്തെ 26/5/2025 തിങ്കൾ 11 മണിക്ക് നടക്കുന്ന ഭരണസമിതി യോഗം മുസ്ലിം ലീഗ് അംഗങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഈ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായി സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. പഞ്ചായത്തിന് മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്യും. പഞ്ചായത്തിന്റെ ഈ നെറികേടുകൾക്കെതിരെ, പ്രസിഡന്റിന്റെ ഈ ഒന്നിനും കൊള്ളാത്ത ഈ ഒരു അവസ്ഥക്കെതിരെ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ല പ്രസിഡന്റിന്. ചില ഉദ്യോഗസ്ഥന്മാർ 2 ദിവസം മുമ്പ് CPM-ന്റെ പോഷക സംഘടനയായ പ്രവാസി സംഘടനകളുടെ ആളുകൾ ഒരു അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ധിക്കാരമാണ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മുസ്ലിം ലീഗ് പ്രതികരിക്കുക തന്നെ ചെയ്യും. ശക്തമായി സമരരംഗത്തുണ്ടാവും. KM അബ്ദുൽ ഹക്കീം, KP മുനീർ, PM സാദിഖ് അലി, PU റജുല, NS നൂരീഷ, KM മുസദ്ദിഖ്, ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി നഗരസഭ ഭരണാധികാരികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി UDF. പ്രദേശത്ത് ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണം അധികൃതരുടെ കെടുകാര്യസ്ഥതയാണെന്ന് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണം നഗരസഭാ പരിധിയിൽ നടത്തിയിട്ടില്ലെന്ന് UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം നഗരസഭാ പരിധിയിൽ നടത്തിയിട്ടില്ല. ഡെങ്കിപ്പനി വ്യാപനം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച യോഗം വിളിച്ചു ചേർക്കാൻ പോലും നഗരസഭാ അധികൃതർ തയ്യാറായതെന്ന് UDF ആരോപിച്ചു. താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകളില്ലാത്ത അവസ്ഥയാണ്. ഡോക്ടർമാരും കുറവാണ്. പട്ടാമ്പിയിൽ ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണം നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്നും ഇത് മാപ്പർഹിക്കുന്നില്ലെന്നും നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവുമായ KR നാരായണസ്വാമി ആരോപിച്ചു. ഇന്നലെ ടൗണിൽ പട്ടാമ്പിയിൽ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു. അത് റോഡ് പണി സമയബന്ധിതമായി ചെയ്യുക, അല്ലെങ്കിൽ മഴ പോയതിനു ശേഷം ചെയ്യുക, അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് ബുദ്ധിയൊന്നും അതിന് ആവശ്യമില്ല. ഇപ്പൊ ഈ ഡെങ്കിപ്പനി വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. വാർഡുകളിൽ ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ഫോഗ് ചെയ്യാം. മുൻകാലത്ത് നമ്മൾ ചെയ്ത നഗരസഭ പണ്ട് ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ചിരുന്നതാണ്. ആ ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവനെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നഗരസഭ ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ ഈ ഡെങ്കിപ്പനി വ്യാപകമായപ്പോൾ അടിയന്തരമായിട്ട് യോഗം വിളിച്ചേർക്കുകയാണ്. ആശുപത്രികളിൽ വേണ്ടത്ര മരുന്നുകളില്ല. 1000-ലധികം രോഗികളാണ് ദിവസേന സാധാരണക്കാരോട് വന്നുപോകുന്നത്. ആ ആശുപത്രിക്ക് വേണ്ടത്ര ഡോക്ടർമാരെ, പീഡിയാട്രിഷ്യന്മാരുടെ കമ്മിയുണ്ട്, ഓർത്തോ ഡോക്ടറുടെ കമ്മിയുണ്ട്, പീഡിയാട്രിക് ICU ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ഡയാലിസിസ് ഇന്ന് നാളെ തുറക്കുമെന്ന് പറയാനല്ലാതെ
അതിനും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യസമയത്ത് ഇടപെടാതിരിക്കുന്നത് നഗരസഭയുടെ നയമാണ്. കാലവർഷം ആരംഭിച്ചിട്ട് പോലും തോട് വൃത്തിയാക്കാൻ നടപടി സ്വീകരിച്ചില്ല. പട്ടാമ്പി റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായുള്ള പൈപ്പിടൽ പ്രവൃത്തി മഴക്കാലത്ത് നടത്തിയതിനാൽ ജനങ്ങളേറെ ദുരിതത്തിലാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടും ചെളി കെട്ടിനിൽക്കുന്നതും വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും പ്രയാസമുണ്ടാക്കുന്നു. ഭാവനാശൂന്യമായ നടപടികളുമായാണ് നഗരസഭ മുന്നോട്ടു പോകുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവും നഗരസഭാ കൗൺസിലറുമായ CS സാജിത്ത് ആരോപിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളെ നേരിടേണ്ടി വരുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിസ്മയ ചെപ്പ് തുറന്ന് പട്ടാമ്പിയിൽ മാജിക് കൺവെൻഷൻ. മാജിക് മിഷൻ പാലക്കാടിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മാജിക്കിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കൂട്ടായി പരിശ്രമിക്കണമെന്ന് MLA പറഞ്ഞു. അത്ഭുതങ്ങളുടെ ലോകമാണ് മാജിക്. ഇത് മികച്ചൊരു കല കൂടിയാണെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഏറ്റവും മികച്ച കലകളിൽ നിരന്തരമായ ഓഡിയൻസ് ഇൻവോൾവ് ചെയ്യുന്ന കല കൂടിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെക്കാലത്തും അത്ഭുതങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റി, അതുണ്ടാക്കുന്ന പലതരത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ മാറ്റത്തിലെ ഒരു അത്ഭുതം കാണുമ്പോൾ കണ്ണുകൾ തിളങ്ങുന്നു, ഹൃദയം പിടിക്കുന്നു, അത് നമ്മുടെ അറ്റൻഷൻ വരുന്നു. അങ്ങനെ അത്ഭുതങ്ങളോട് മനുഷ്യരിലുമല്ലാത്ത ഒരു ആവേശം എപ്പോഴും ഉണ്ടായിരുന്നു. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാജിക് മിഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി വിശിഷ്ടാതിഥിയായിരുന്നു. സലാം വല്ലപ്പുഴ, കുമ്പിടി രാധാകൃഷ്ണൻ, PM ഉപേന്ദ്ര, അഖിൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മുരളീധരൻ വേളേരിമഠം, അഭിരൂപ്, സാധിക മാധവി എന്നിവരെ ചടങ്ങിൽ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് മജീഷ്യന്മാരുടെ അവതരണമുണ്ടായി. മാജിക് മിഷൻ പാലക്കാട് മാസ്മരയുടെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ മാജിക് ഫിയസ്റ്റ എന്ന പേരിലാണ് മാന്ത്രിക പരിപാടി സംഘടിപ്പിച്ചത്. 4ാം തവണയാണ് ഇത്തരമൊരു കൂട്ടായ്മ ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കാരക്കാട് ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി 15ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിൽ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അതിനെല്ലാം ഭാഗമായി ഈ സാംസ്കാരിക മേഖലകളിൽ കൂടി ഇടപെടുകയാണ്. തീർച്ചയായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സാംസ്കാരിക മേഖലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പങ്ക് ഇതുപോലെയുള്ള സാംസ്കാരിക സംഘടനകൾ നടത്തേണ്ടതുണ്ട്. ജീവിത ഹാളിൽ നടന്ന പരിപാടിയിൽ സൊസൈറ്റി പ്രസിഡന്റ് KV സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ, വ്യാപാരി വ്യവസായി സെക്രട്ടറി സുരേഷ്, OP ബാലകൃഷ്ണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ മിനിമോൾ അബ്രഹാം, ഷൊർണൂർ AEO ബിന്ദു എന്നിവർ സംസാരിച്ചു. മിനിമോൾ അബ്രഹാം, ആധ്യാത്മിക പ്രഭാഷകൻ P. ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, വ്യവസായ പ്രമുഖൻ TP രാജൻ, ഷൂട്ടിംഗ് മെഡൽ ജേതാവ് ഡോക്ടർ മാത്യൂസ്, STV ചെയർമാൻ RB അനിൽകുമാർ, ബീന ശിവൻ, കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് BSc ബയോ ഇൻഫോമാറ്റിക്സിൽ
1ാം റാങ്ക് നേടിയ നന്ദന, മിസ് സൗത്ത് ഇന്ത്യൻ വിമൻ മോഡൽ ഫിസിക്കൽ സിൽവർ മെഡലിസ്റ്റ് ഗായത്രി, KPA പാലക്കാട് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ 2025 3ാം സ്ഥാനം നേടിയ കിരൺ പത്മനാഭൻ എന്നിവരെയും ഷൊർണൂരിലെ പത്ര-ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS USS വിജയികളെയും ഉപജില്ലയിലെ കലാമത്സരങ്ങളിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരസഭയാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിനെ ആദരിച്ചു. കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ പോൾ തെക്കിനിക്കും ജീവിതാംഗങ്ങൾ ഉപഹാരം കൈമാറി. ഉഷാകുമാരി സ്വാഗതവും ഷീജ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. പനമണ്ണ സൗത്ത് കുരുടിയമ്പലം ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടന്നു. ഇതോടനുബന്ധിച്ച് 34ാം വാർഡ് കമ്മിറ്റി അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. SSLC +2 LSS USS വിജയികളെയും ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ മാനസി മോഹൻദാസിനെയും ഉൾപ്പെടെ സദസ്സിൽ അനുമോദിച്ചു. ഗണേശ സേവാസമിതി രക്ഷാധികാരി PS മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ സജിത്ത് അധ്യക്ഷത വഹിച്ചു. കൂരുടി മഹാശിവക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. ഗണേശ സേവാസമിതി ഒറ്റപ്പാലം താലൂക്ക് കോർഡിനേറ്റർ P അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ഒറ്റപ്പാലം താലൂക്ക് രക്ഷാധികാരികളായ P മനോഹരൻ, ഗംഗാധരൻ, ട്രഷറർ CV വിജയരാഘവൻ, അഡ്വക്കേറ്റ് രവിശങ്കർ, സൗത്ത് പനമണ്ണ പൊതുജന വായനശാല പ്രസിഡന്റ് A സതീഷ് കുമാർ, സമിതി ജോയിന്റ് ട്രഷറർ സുരേഷ് ബാബു, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ, മറ്റ് ഭാരവാഹികളായ സന്തോഷ്, CR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും 3ാം ഊഴത്തിന്റെ പാലമാകുമെന്നും പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വിജയത്തിലും UDFന് ആശങ്കയില്ല. PV അൻവറിന്റെ മാറ്റം ഏതു രീതിയിൽ പരിശോധിച്ചാലും LDFന് ദോഷം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. നാശം വിതച്ച് മഴയും കാറ്റും, മരങ്ങൾ പൊട്ടിവീണ് നിരവധി വീടുകൾ തകർന്നു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം പൊട്ടിവീണു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒറ്റപ്പാലത്ത് കിഴക്കേത്തോട് പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം. കേരളത്തിന്റെ വികസനത്തിനായി കൈകോർത്ത് മുന്നേറാമെന്ന് മന്ത്രി R ബിന്ദു. തൃശൂരിൽ എന്റെ കേരളം പ്രദർശനമേളയ്ക്ക് സമാപനം. മേള സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ 4ാം വാർഷികത്തോടനുബന്ധിച്ച്. വിസ്മയ ചെപ്പ് തുറന്ന് പട്ടാമ്പിയിൽ മാജിക് കൺവെൻഷൻ. നഗരഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത പട്ടാമ്പിയെ രോഗക്കിടക്കയാക്കിയെന്ന് UDF. നഗരപരിധിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ല. ഡെങ്കിപ്പനി പടരുമ്പോഴും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ മരുന്നോ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ലാത്ത അവസ്ഥയാണെന്നും UDF മുനിസിപ്പൽ കമ്മിറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.